ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ ഈ ഒരു സ്കേർട്ടിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് ആണ്. ഇപ്പോൾ ഓണത്തിനൊക്കെ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു പാറ്റേൺ ആണിത്. അപ്പോൾ നമ്മൾ പാനൽ കട്ടായിട്ടാണ് ചെയ്യുന്നത്. 12 പാനലായിട്ടാണ് നമ്മളിത് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഈ മോളുടെ മെഷർമെൻറ്റ് വരുന്നത് 5 ഇയറിലുള്ള മെഷർമെൻറ്റാണ്. അപ്പോൾ നമുക്ക് ആദ്യം പാനലിൻ്റെ ഒരു പാറ്റേൺ തയ്യാറാക്കിയെടുക്കുക. അതിനായിട്ട് പേപ്പർ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ടിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് സ്കേർട്ടിൻ്റെ ലെങ്ത്ത് എത്രയാണ് വേണ്ടത് അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെ മോളുടെ വേസ്റ്റ് റൗണ്ട് വരുന്നത് 24 ഇഞ്ചാണ്. അതിന് നമ്മൾ 12 പാനലായിട്ടാണ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ 24നെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് കിട്ടുന്ന ആൻസർ 2 ഇഞ്ചാണ്. അതിലൂടെ നമ്മൾ 0.5 ലൂസും 0.5 സീം അലവൻസും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 3 ഇഞ്ചാണ്. അതായത് ഇപ്പോൾ നമ്മളുടെ ഒരു പാനലാണ്, അതിൻ്റെ മുകൾ ഭാഗത്ത് വരുമ്പോൾ അത് 3 ഇഞ്ച്, താഴോട്ട് നമുക്ക് എത്രയാണ് എടുക്കേണ്ടത്. അപ്പോൾ നമുക്കിത് ഫോൾഡ് ചെയ്തിട്ടാണ് നമ്മളത് കട്ട് ചെയ്യുക. ഫോൾഡ് ചെയ്തിട്ട് നോക്കുമ്പോൾ അത് 1.5 ഇഞ്ചായിരിക്കും. അതുപോലെ താഴത്തെ ആ ഒരു വിഡ്ത്ത് വരുന്നത് ഈ 3 ഇഞ്ചിനെ നമ്മൾ 3 കൊണ്ട്, അതായത് 3 ടൈംസ് കൂടുതൽ, അപ്പോൾ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 9 ഇഞ്ചാണ്. അപ്പോൾ നമ്മൾ ഫോൾഡ് ചെയ്തിട്ടാകുമ്പോൾ 4.5 ഇഞ്ചാണ് നമ്മളുടെ അടിഭാഗത്തെ ലെങ്ത്ത് വരുന്നത്, അടിഭാഗത്തെ വിഡ്ത്ത് വരുന്നത്. ഇവിടെ നമ്മുടെ സ്കേർട്ടിൻ്റെ ലെങ്ത്ത് വരുന്നത് 25 ഇഞ്ചാണ്. അപ്പോൾ ഞാൻ ഈ ഒരു പേപ്പറിൽ 25 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കൊരു 1.5 ഇഞ്ചിൽ ബാൻഡും കൂടി ഇതിൽ വരും. പക്ഷേ നമുക്ക് ഇതിലിപ്പോൾ അടിഭാഗം അടിക്കടിക്കുമ്പോഴും പിന്നെ ആ ബാൻഡ് സ്റ്റിച്ച് ചെയ്യുമ്പോഴൊക്കെ ആയിട്ട് ഒരു ഇഞ്ചോളം പോവും. അതുകൊണ്ട് തന്നെ നമ്മൾ 25 ഇഞ്ചിൽ ഈ ഒരു പീസ് കറക്റ്റ് ലെങ്ത്തിൽ തന്നെയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇനിയിപ്പോൾ കൂടുതലുണ്ടെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് കളയാവുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് പാനലിൻ്റെ മെഷർമെൻറ്റ് എങ്ങനെയാണെന്ന് നോക്കും. ഇവിടെ വേസ്റ്റ് റൗണ്ട് വരുന്നത് 24 ഇഞ്ചാണ്. ഇനി നമ്മൾ നേരത്തെ പാറ്റേണിൽ മാർക്ക് ചെയ്ത പോലെ തന്നെ മുകളിൽ 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ഒരു 1/2 ഇഞ്ചും കൂടി എക്സ്ട്രാ കൂടുതൽ ഇട്ടിട്ടാണ് നമ്മളിത് കട്ട് ചെയ്തെടുക്കുന്നത്. ഈ ഒരു സ്കേർട്ടിൻ്റെ ക്ലോത്ത് വരുന്നത് ബനാറസിയാണ്. പക്ഷേ ഇത് നല്ലൊരു റേറ്റുള്ള ക്ലോത്താണ്. 400 വരുന്നുണ്ട് പെർ മീറ്റർ. നമ്മുടെ ഇവിടെ ഒക്കെ കിട്ടുന്നത് അത്രയും റേറ്റിലാണ്. പക്ഷേ ഈ ഒരു ക്ലോത്തിന് എന്ന് വെച്ചാൽ നമ്മളതിൻ്റെ ഏതെങ്കിലും ഒരു ത്രെഡ് ഇപ്പോൾ ഇങ്ങനെ പൊന്തി നിൽക്കുക അങ്ങനെയൊക്കെ കണ്ട് ജസ്റ്റ് ഒന്ന് വലിച്ചാൽ പോലും ഇത് വിട്ട് ഇങ്ങോട്ട് പോരുകയാണ്. മീൻസ് നമ്മളിങ്ങനെ കത്രിക വെച്ച് കട്ട് ചെയ്ത പോലെയാണ് ഇതിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു 1/2 ഇഞ്ചും കൂടി എക്സ്ട്രാ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നോർമൽ നമ്മൾ ലോക്ക് ചെയ്യുന്നതിനേക്കാളും ഞാൻ 2 സൈഡും കൂടി ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് നമ്മൾ സാധാരണ മടക്കിയടിക്കുന്ന പോലെ ഈ പാനൽസിൻ്റെ ഇടയിൽ അടിച്ചു കൊടുക്കാമെന്നാണ് വിചാരിച്ചിട്ടാണ് ഒരു 1/2 ഇഞ്ചും കൂടി എക്സ്ട്രാ ഇട്ടിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ നമുക്കിത് കൂടുതലുണ്ടെങ്കിലും നമ്മൾ ഈ പാനൽസ് എല്ലാം ജോയിൻ ചെയ്ത് വരുമ്പം നമ്മുടെ ആക്ച്വൽ വേസ്റ്റ് റൗണ്ടിലേക്ക് ഈ ഒരു പാനൽ ആക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിപ്പോൾ നമ്മൾ ലൂസും സിം അലവൻസും എക്സ്ട്രാ 1/2 ഇഞ്ചും എല്ലാം ഇട്ടിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് നമ്മളിത് ഈ പാനൽസ് എല്ലാം ജോയിൻ ചെയ്ത് വരുമ്പോൾ നമുക്കിത് 24ൽ നിൽക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ വേസ്റ്റ് റൗണ്ട് എത്രയാണോ അതിൽ കറക്റ്റായിട്ട് ഈ ഒരു പാനൽസ് നിൽക്കുന്നുണ്ടായിരിക്കണം. ഇവിടെ നമ്മൾ ക്ലോത്ത് ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ടിട്ടുണ്ട്. ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ടിട്ട് നമ്മുടെ ആ ഒരു മെഷർമെൻറ്റ് വെച്ച് നോക്കുമ്പോൾ 8 പാനൽസ് മാത്രമേ നമുക്ക് കിട്ടുന്നുള്ളൂ. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ക്ലോത്തിൽ വരുന്ന ആ ഒരു ബൂട്ട വർക്കാണ്. അത് നമുക്ക് ചില ക്ലോത്തിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടായിട്ടും ഉണ്ടാകും. അപ്പോൾ പിന്നെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ പ്ലെയിൻ ക്ലോത്ത് ആണെങ്കിലും നമുക്ക് കുഴപ്പമില്ല. അല്ലെങ്കിൽ സെയിം പാറ്റേൺ ആണ്, ഇതുപോലെ പൂക്കളോ അതോ ബൂട്ടാസോ ഒന്നും ഇല്ലാച്ചെങ്കിലും നമുക്ക് സിമ്പിളായിട്ട് കട്ട് ചെയ്തെടുക്കാം. അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് ക്രോസ് കട്ട് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഇതിപ്പോൾ സെയിം അല്ല, ഒരു വശത്തേക്ക് മാത്രമായിട്ടാണ് വരുന്നതെങ്കിൽ നമുക്ക് ഈ ഒരു പാറ്റേൺ ചെയ്യുമ്പം ഒരു സൈഡ് മുകളിലേക്ക് ഒരു സൈഡ് താഴോട്ട് അങ്ങനെ ആയിരിക്കും ഇതിൻ്റെ ബൂട്ടാൻ്റെ ചിത്രം വരിക നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ. അതുകൊണ്ട് തന്നെ ഈ ഒരു ക്ലോത്ത് നമുക്ക് അങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പിന്നെ അത് നിവർത്തി വെച്ചു. അത് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള, നമുക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പ്രിൻ്റ് ആണെങ്കിൽ നമുക്കിത് എങ്ങനെ വെച്ചിട്ടാണെങ്കിലും കട്ട് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഒരേ ഒരു ഷേപ്പിൽ തന്നെ ഒരേ ഒരു ദിശയിലേക്ക് മാത്രം കട്ട് ചെയ്താലാണ് ആ പ്രിൻ്റ് സെയിം പോലെ വരുള്ളൂ. അതുകൊണ്ട് തന്നെ പിന്നെ ഞാനത് നിവർത്തിയിട്ടിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. ഇതുപോലെ നമ്മൾ 12 പീസായിട്ട് കട്ട് ചെയ്തെടുത്ത് ഇവിടെ നമ്മൾ 2.5 മീറ്ററാണ്
ക്ലോത്ത് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ സെയിം അല്ലെങ്കിൽ നമുക്കൊരു 3 മീറ്റർ എടുക്കായിരിക്കും ഒന്നുകൂടി ബെറ്റർ. പിന്നെ ഇപ്പോൾ എന്താ പാനൽസൊക്കെ കുറവാണെങ്കിൽ 2.5 ഇഞ്ച് തന്നെ മീറ്റർ തന്നെ മതി, അത് കുഴപ്പമില്ല. അപ്പോൾ അതൊക്കെ നമ്മൾ നോക്കിയിട്ട് ശ്രദ്ധിച്ചെടുക്കുക. അപ്പോൾ ക്ലോത്ത് എടുക്കുമ്പോൾ ബനാറസിയൊക്കെ ആകുമ്പോൾ അത്രയും റേറ്റ് എടുക്കുമ്പോൾ നമ്മൾ ആ ക്ലോത്തിൻ്റെ ക്വാളിറ്റിയും കൂടി കുറച്ച് ശ്രദ്ധിക്കുക. കൂടുതൽ കാണാൻ ഭംഗി ഇതാണെങ്കിലും ക്ലോത്ത് എനിക്ക് അത്ര നന്നായിട്ട് തോന്നിയില്ല. ഇപ്പോൾ കൂടുതലും നമുക്ക് ഇൻസ്റ്റയിലാണെങ്കിലും മൊത്തത്തിൽ കാണുന്നത് ഈ ഒരു ക്ലോത്ത് തന്നെയാണ് കൂടുതലും എന്താ പറയുക ഇപ്പോൾ ഒരു ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്നത്. പക്ഷെ ഇതൊക്കെയാണ് ഈ ക്ലോത്തിൻ്റെ കുറച്ച് പ്രശ്നങ്ങൾ. പിന്നെ ചിലർ ഷോപ്പിൽ നിന്ന് തന്നെ അവർ പറഞ്ഞു എന്ന് പറയുന്നുണ്ട്, നമുക്ക് കസ്റ്റമർ തന്നെയാണ് ക്ലോത്ത് കൊടുക്കുന്നതെന്ന് കേട്ടോ. അപ്പോൾ ഷോപ്പിൽ നിന്ന് അവർ പറഞ്ഞു എന്ന് പറയുന്നുണ്ട് ഇതിങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ചുരുണ്ട് പോകുന്നുണ്ട്. അതുപോലെ ഞാൻ ഒരു റീലും കണ്ടിരുന്നു. പക്ഷേ ഞാൻ ഇത് കട്ട് ചെയ്തപ്പോൾ എനിക്ക് ചുരുണ്ട് പോകുന്ന ഒരു പ്രശ്നം ഉണ്ടായില്ല. ത്രെഡ് വലിക്കുമ്പോൾ അതിങ്ങനെ കട്ടായി പോണ പോലെ, അതാണ് ഇതിലുണ്ടായൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയത്. പിന്നെ ഈ സെയിം ഡയറക്ഷനിലേക്ക് പ്രിൻ്റ് അല്ലാത്തതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടും. ഇപ്പോൾ നമ്മൾ ഓരോ പീസസും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളത് ജോയിൻ ചെയ്തെടുക്കുക. ജോയിൻ ചെയ്തെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ വേസ്റ്റ് റൗണ്ട് 24 ആയിട്ട് തന്നെ ആയിരിക്കണം ഇരിക്കേണ്ടത്. പിന്നെ ഇത് നമ്മൾ ലോക്ക് ചെയ്യുക, അല്ലെങ്കിൽ 2 സൈഡും കൂടിയിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ലൈനിങ്ങാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ലൈനിങ് നമ്മൾ സെമി സർക്കിൾ അംബ്രല്ല ആയിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. വേസ്റ്റ് റൗണ്ട് ഡിവൈഡഡ് 3.14 വെച്ചിട്ട് ഉള്ള ആ ഒരു മെഷർമെൻറ്റ് നോക്കുക. എന്നിട്ട് അപ്പോൾ നമ്മുടെ വേസ്റ്റ് റൗണ്ട് 24 ആണ്. 24നെ നമ്മൾ 3.14 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് കിട്ടുന്ന ആൻസറാണ് നമ്മളിവിടെ വേസ്റ്റ് റൗണ്ടായിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് വേണ്ട ലൈനിങ്ങിൻ്റെ ലെങ്ത്തും കൂടി മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. അത്രയും ആണ്, അങ്ങനെയാണ് ഇത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. നമ്മൾ ലൈനിങ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്കേർട്ടിൻ്റെ ബാക്ക് പോർഷനും ഫ്രണ്ട് പോർഷനും കൂടിയിട്ടൊന്ന് സൈഡ് ജോയിൻ ചെയ്തെടുക്കാം. ഒരു സൈഡ് ജോയിൻ ചെയ്തെടുത്തതിന് ശേഷം മറ്റേ സൈഡിൽ നമ്മളൊരു സൈഡ് സിബ് കൊടുക്കുന്നുണ്ട് സ്കേർട്ടിൻ്റെ. ഇനിയിപ്പോൾ ഹിപ്പൊക്കെ കൂടുതലുള്ളവരാണെങ്കിൽ അല്ലെങ്കിൽ സ്കേർട്ട് ഇടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് നമ്മളൊരു 10 ഇഞ്ച് ലെങ്ത്തിൽ സ്കേർട്ടിൻ്റെ ഒരു 1 സൈഡ് ഇൻവിസിബിൾ സിബ് നമ്മൾ ഈ സ്കേർട്ടിൻ്റെ ഒരു സൈഡ് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് മൊത്തത്തിലുള്ള വേസ്റ്റ് റൗണ്ട് ഒന്ന് മെഷർ ചെയ്ത് നോക്കിയപ്പോൾ 25 ഇഞ്ച് വരുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് ഒരു സൈഡ് സിബ് വെച്ച് കൊടുക്കണം, അതുപോലെ നമുക്ക് ബാൻഡ് വെച്ച് കൊടുക്കണം. അപ്പോൾ അതൊക്കെ കൂടി സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ അത് നമ്മുടെ കറക്റ്റ് വേസ്റ്റിൻ്റെ മെഷർമെൻറ്റിലേക്ക് ആയിക്കോളും. നമ്മൾ ആ വേസ്റ്റ് റൗണ്ടിൻ്റെ സെയിം ലെങ്ത്തിൽ ഒരു 2 ഇഞ്ച് കൂടി എക്സ്ട്രാ ഇട്ടിട്ട് ഒരു ബാൻഡ് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ബോട്ടത്തിനൊക്കെ വെക്കുന്ന ആ ഒരു ക്യാൻവാസ് കുറച്ച് കട്ടിയുള്ള ക്യാൻവാസാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ആ ഒരു ബാൻഡിൽ ലൈനിങ്ങും അതുപോലെ ബനാറസിൻ്റെ ക്ലോത്തും കൂടിയിട്ടാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. അതുപോലെ നമ്മൾ 1 സൈഡ് ഓപ്പൺ ആയിട്ടാണ് ഇരിക്കുന്നത്. അവിടെ നമ്മൾ സിബും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇൻവിസിബിൾ സിബാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. സിബ് വെക്കുന്നത് ഞാൻ അതിൽ കാണിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ ആ സിബ് വെച്ചു. ബാലൻസ് ഭാഗം നമുക്കിനി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. വേസ്റ്റിൻ്റെ ബാൻഡ് ഉൾവശത്ത് വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതായത് അകം വശത്ത് വെച്ചിട്ട് ചീത്തവശത്ത് വെച്ചിട്ട് സ്റ്റിച്ചിട്ട് കൊടുത്തതിന് ശേഷം അത് നമ്മൾ നല്ല വശത്തേക്ക് മറിച്ച് പതിച്ച് സ്റ്റിച്ചിട്ട് കൊടുക്കുകയാണ്. ഇതിൻ്റെ 1 സൈഡ് എന്ന് പറയുമ്പോൾ കറക്റ്റ് നമ്മുടെ വേസ്റ്റിൻ്റെ ആ ഒരു അളവിലും, മറ്റേ സൈഡ് ഒരു 2 ഇഞ്ച് എക്സ്ട്രാ നമ്മൾ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു അളവിൽ കുറച്ച് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന രീതിയിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. നമുക്ക് ഹുക്കും ലൂപ്പൊക്കെ വെച്ച് വരുമ്പോൾ അത് സെറ്റായിക്കോളും. ഇപ്പോൾ ഇതിൽ കാണുന്ന പോലെ 2 2.5 ഇഞ്ചോ എത്ര നമുക്ക് വേണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് ചെയ്ത് കൊടുക്കാം. പിന്നെ അതിനുശേഷം നമുക്ക് ഹുക്കിൻ്റെ പടി കൂടി സെറ്റ് ചെയ്തെടുക്കണം. ഇപ്പം നമ്മൾ ഇത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മുടെ സ്കേർട്ടിൻ്റെ അടിഭാഗത്ത് നമ്മൾ മുന്നേ അനാർക്കലിക്കൊക്കെ ചെയ്ത പോലെ അടിയിൽ ഹെമ്മിങ് പോലെ ഒരു പട്ട കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ അതിൽ കാണിച്ചിട്ടില്ല. ഇപ്പോൾ ഇതുപോലെ ഒരു പട്ട വെച്ചിട്ട് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തേക്കാണ്. ഇനിയിപ്പോൾ അതിൻ്റെ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് ഡൗട്ടുള്ളവർ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഹെമ്മിങ് ചെയ്യുന്ന വീഡിയോ കണ്ടാൽ മതി. അതുപോലെ തന്നെയാണ് നമ്മളിതിനും കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഹുക്കിൻ്റെ പടിയാണ് വെച്ച് കൊടുക്കേണ്ടത്. അതിനായിട്ട് ഞാനൊരു 18 ഇഞ്ച് ലെങ്ത്തിലുള്ളൊരു ബനാറസിയുടെ പീസ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. ജസ്റ്റ് ഫോൾഡ് ചെയ്താൽ തന്നെ അതിങ്ങനെ ഒട്ടിപ്പിടിച്ച പോലെയാണ് ഇരിക്കണത്. അപ്പോൾ ഇത് ഞാനിതുപോലെ ഒന്ന് മടക്കി കൊടുത്തിട്ട് ഒന്ന്
സ്റ്റിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. സെൻറ്ററിൽ നമ്മളൊരു സ്റ്റിച്ച് കൊടുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് പ്ലേറ്റ് ചെയ്തിട്ട് ഒരു സ്റ്റിച്ചും കൂടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ സ്കേർട്ടിൻ്റെ ഒരു വശത്തായിട്ട് വെച്ചിട്ട് രണ്ട് സൈഡും ഓരോ സ്റ്റിച്ചുകൾ കൊടുക്കുക. ഇപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി രണ്ട് സൈഡും ഒന്ന് സ്റ്റിച്ചിട്ട് കൊടുക്കുക. അതുപോലെ സെൻറ്ററിലും കൂടി നമ്മളൊരു സ്റ്റിച്ച് കൊടുക്കുക. ഇനിയിപ്പം നമ്മൾ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇത്രയും കഴിഞ്ഞാൽ ഈ സ്കേർട്ടിൻ്റെ സ്റ്റിച്ചിങ് അവസാനിക്കും. നമ്മൾ നേരത്തെ പറയാൻ വിട്ട് പോയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ലൈനിങ് നമ്മൾ ഈ ബാൻഡ് അറ്റാച്ച് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ സ്കേർട്ടിൻ്റെ എല്ലാ പാനൽസും ജോയിൻ ചെയ്തതിന് ശേഷം സിബ് വെക്കുന്നതിന് മുന്നായിട്ട് ലൈനിങ് നമ്മളിതിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവണം. അത് ഞാൻ പറയാൻ വിട്ടു പോയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. യൂസ്ഫുള്ളായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും കസ്റ്റമൈസേഷൻ ഉണ്ടെങ്കിൽ നമ്മളായിട്ട് കോൺടാക്റ്റ് ചെയ്യുക. കുറേ വർക്കൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ അതിൻ്റെ വീഡിയോസൊന്നും എല്ലാത്തിൻ്റെ ഇല്ല. കുറച്ച് ഷോർട്ട്സ് വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ചിലതൊക്കെ എല്ലാവരും ചോദിച്ചു. ഉള്ള ചെറിയ വീഡിയോസൊക്കെ വെച്ചിട്ട് ഞാൻ അതിനെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിട്ട് വീഡിയോ ചെയ്യാനായിട്ട് ട്രൈ ചെയ്യാം. പിന്നെ ഇത് നമ്മൾ ഹുക്കും കൂടിയും പിടിപ്പിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്ക്. ഈ ഒരു സ്കേർട്ടിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ സ്റ്റിഫ് നെറ്റൊക്കെ വെച്ച് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ ഫ്യൂസിങ് ഷീറ്റ് വെച്ച് ചെയ്താലും ഇത് കുറച്ച് പഫ്നെസ് ആയിട്ട് നിൽക്കും. ഇതിപ്പോൾ അവർക്ക് സ്റ്റിഫ് നെറ്റോ അങ്ങനെ ഒന്നും വേണ്ടാന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മളിത് നോർമലായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. ഇതിപ്പോൾ നമുക്ക് വേണമെങ്കിൽ കൂടുതൽ പാനൽസ് ആയിട്ടും ചെയ്യാം. അതിന് നമുക്ക് കൂടുതൽ ക്ലോത്ത് വേണ്ടിവരും. പിന്നെ നമ്മൾ ക്ലോത്തിൻ്റെ ഒരു മെഷർമെൻറ്റ് എങ്ങനെ എടുക്കുകയെന്ന് ചോദിച്ചാൽ കുട്ടിയുടെ ലെങ്ത്ത് അതിൻ്റെ ഒരു 4 മടങ്ങ് അങ്ങനെ എടുക്കുകയാണ് നല്ലത്. ഇപ്പോൾ 25 ആണെങ്കിൽ ഇപ്പോൾ എൻ്റെ ഈ മോളുടെ ലെങ്ത്ത് 25 എന്ന് പറയുമ്പോൾ 25ൻ്റെ 4 മടങ്ങ്. അപ്പോൾ എത്ര വരിക? 100 ഇഞ്ച്. 100 ഇഞ്ച് എന്ന് പറയുമ്പോൾ നമുക്ക് 39 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അറിയാം. 39 ഇഞ്ച് എന്ന് പറയണത് 1 മീറ്ററാണ്. അതാണ് 100ന് നമ്മൾ 39 കൊണ്ട് ഡിവൈഡ് ചെയ്യാമെന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഇടുന്നത് 2.5 ഇഞ്ചാണ്, അതായത് 2.5 മീറ്ററാണ്. ഇപ്പോൾ ഈ ഒരു 2.5 മീറ്ററിൽ നമുക്ക് ഇത്രയും ഫ്ലെയറിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. പ്രിൻ്റ് സെയിം ഡയറക്ഷനിലായതുകൊണ്ടാണ് നമുക്ക് ഇത്ര ഫ്ലെയറിൽ ചെയ്യാൻ പറ്റിയത്. മറ്റേതാണ് നമുക്ക് ഇതിനും കൂടുതൽ ഫ്ലെയറിൽ ചെയ്യാൻ പറ്റുമായിരുന്നു. ഇങ്ങോട്ടുള്ള പ്രിൻ്റ് ആണെങ്കിൽ നമുക്ക് ഇതിനും കൂടുതൽ ഫ്ലെയറിൽ ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പോൾ എല്ലാവരും അതൊക്കെ ശ്രദ്ധിച്ചിട്ട് ക്ലോത്തൊക്കെ എടുക്കുക, അതുപോലെ സ്റ്റിച്ച് ചെയ്ത് നോക്കുക. നമ്മുടെ വീഡിയോ കണ്ടിട്ട് ചെയ്തിട്ട് ഉള്ളവർ വീഡിയോസും ഫോട്ടോസൊക്കെ നമുക്ക് അയച്ചു തരിക. അപ്പോൾ നമുക്കിതിൽ കാണിക്കാം. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ, താങ്ക് യു.